പാത്രത്തിൻ്റെ അടിയിലുള്ള സാധനത്തിനുണ്ടല്ലോ നമ്മളൊക്കെ അതിശയപത്രി എന്നാട്ടെ പറയണത്. ഇപ്പം എന്നിലും വലിയ അതിശയത്തോടെ നിങ്ങൾ ചോദിക്കും ഇത് നമ്മുടെ ചട്ടിപ്പത്തിരി അല്ലേ എന്ന്. ചിലവർക്ക് ചട്ടിപ്പത്തിരി, എനിക്കിത് അതിശയപ്പത്തിരി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടേ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ടിട്ട് ആദ്യം എന്താണ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പുറക്കുണ്ടല്ലോ നല്ല പൊടിയായിട്ട് അരിഞ്ഞൊരു സവാളയും പിന്നെ ഞാനൊരു ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ചേർത്താലാതെ നമ്മുടെ പക്കൽസിൻ്റെ വയറ്റിലൊക്കെ പോവുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഉപ്പും മഞ്ഞളൂടെ ചേർത്ത് വേവിച്ചിട്ട് ജസ്റ്റ് തന്നെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കണേ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പൂടെ ചേർത്തിട്ട് നല്ലോണം നേരം മിക്സ് ചെയ്തിട്ട് ഈ മസാലൻ്റെ ചൂടാറാൻ വേണ്ടി പറ്റിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടേ അതിൽ തന്നെ കുറച്ച് മൈദപ്പൊടിയും ഉപ്പും മുട്ട പിന്നെ കുറച്ച് വെള്ളമോടെ ചേർത്തിട്ട് നല്ല ലൂസായിട്ട് നമുക്ക് ബാറ്റർ കലക്കിയെടുക്കുക. പിന്നെ ഒരു മീഡിയം ഹീറ്റിൽ ചൂടായി കിടക്കുന്ന ഒരു പാനിലോട്ട് ഓരോ തവി മാവ് ഇതൊഴിച്ചിട്ട് നമ്മുടെ ദോശ അങ്ങോട്ട് ചുട്ടിട്ട് അതും ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം കേട്ടോ. ആ നേരം കൊണ്ടേ വേറൊരു പാത്രത്തിലോട്ട് ഒരു 3-4 കോഴിമുട്ട കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം നേരം കലക്കി കൊടുക്കണം. ഇനി നമ്മളുണ്ടല്ലോ ഇത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേ ആദ്യം കുറച്ച് നെയ്യ് എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ഓരോ ദോശ എടുക്കുക, ഈ മുട്ടയിൽ ജസ്റ്റ് തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക, 2 വശം ഡിപ്പ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ പാനിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ദോശ മസാലയൊക്കെ തീർന്നവരെയും ചെയ്തിട്ടേ ഏറ്റവും മുകളിൽ ദോശ വന്ന രീതിയിൽ വേണ്ടിട്ട് ഇത് വെക്കാനായിട്ട്. ഇനി ആ ബാക്കി വന്ന മുട്ടയിലോട്ടെ കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു അതിശയപത്രികൾക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അങ്ങോട്ട് വേവിക്കുക. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ